പുരുഷന്മാർക്ക് അതിന് ഭാഗ്യം കിട്ടുന്നുണ്ട് അല്ലേ? മദീനത്തെ പള്ളിയിൽ ബാബുസലാമിലൂടെ നടക്കുമ്പോ ഹുനസ്സലാമു അലാ റസൂലില്ലാ, അവിടെ ഒരു ദ്വാരം, ആ ദ്വാരത്തിന്റെ മീതെ എഴുതിയിട്ടുണ്ട് ഇവിടെയാണ് ഹബീബിനോട് സലാം പറയേണ്ടത്. ഒരൽപ്പം ഏതാനും സെന്റിമീറ്റർമാർ ഹുനസ്സലാം അലാ അബീ ബക്കറിൻ, ഇവിടെയാണ് സിദ്ദീഖ് എന്നവരോട് സലാം പറയേണ്ടത്. തൊട്ടിപ്പുറത്ത് ഹുനസ്സലാമു അലാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവിടെയാണ് ഇവരോട് സലാം. എങ്ങനെ സലാം പറയേണ്ടത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ, വഫാത്തായി കിടക്കുന്ന അവരുടെ മേൽ. അസ്സലാമു അലൈഹി എന്നല്ല, അസ്സലാമു അലൈക. അലൈക എന്ന് പറയുന്ന ആരോട്? ഖിതാബാണ്, മുമ്പിലിരിക്കുന്ന ആളോട് പറയുന്ന പ്രയോഗമാണത്. അസ്സലാമു അലൈക. ഹബീബിന്റെ അരികത്ത് പോകണം, അവിടെ വരാതിരുന്നാൽ എന്നോട് പിണങ്ങിയതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഷാമിലേക്ക് താമസം മാറിപ്പോയ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മാ ഹാദൽ ജഫാഉ യാ ബിലാൽ, ബിലാലെ നിങ്ങൾ എന്താ എന്നെ വന്ന് കാണാത്തത് എന്ന് സ്വപ്നത്തിലൂടെ ചോദിച്ച നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലാത്തത് കൊണ്ടാണോ അത്? ബിലാൽ എന്നവർ സ്വലാത്ത് ചൊല്ലാത്തത് കൊണ്ടാണോ? അല്ല. എന്റെ അരികത്ത് വന്ന് എന്നോട് സലാം പറയാത്തത് എന്തേ? അതിന് ഓടി വന്നില്ലയോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു? ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നു. എന്താ ബിലാലെ എന്നോട് പിണക്കം എന്ന് 2-3 ദിവസത്തെ സ്വപ്നത്തിൽ പുണ്യനബി തങ്ങൾ ചോദിച്ചതാണ്. തങ്ങളുടെ വഫാത്തിന് ശേഷം മദീന പള്ളി, ആ പരിസരം ഹബീബ് നടന്നുപോയത് സഹിക്കാൻ പറ്റുന്നില്ല. മദീനയുടെ മണൽത്തരികൾ ബിലാൽ എന്നവരെ വേദനിപ്പിക്കുകയാണ്. സന്തോഷം കൊണ്ട്, ആ വിരഹവേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഷാമിലേക്ക്, ഡമസ്കസിലേക്ക് യാത്ര പോയി. ബിലാൽ എന്നവർ അന്ത്യവിഷം കൊണ്ട് ഷാമിലാണ്, ഇന്നത്തെ സിറിയയിലാണ് അവരുടെ ഖബറുള്ളത്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. വർഷങ്ങൾ കഴിഞ്ഞു, ഏതാനും വർഷം വഫാത്ത് കഴിഞ്ഞിട്ട് പുണ്യനബി ചോദിക്കുകയാണ് സ്വപ്നത്തിൽ. ഞെട്ടി ഉണർന്നു ബിലാൽ എന്നവർ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി, എന്റെ ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നവർ വലിയ ഭാഗ്യവാന്മാർ. തൂബാലഹും, അത് ഭാഗ്യമാണ്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ ഹബീബ് വഫാത്തായതിനു ശേഷം ഞാൻ എന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാത്ത ഒരു രാത്രിയും കടന്നു പോയിട്ടില്ലെന്ന്. 100 കൊല്ലം ജീവിച്ച മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. തങ്ങൾ വഫാത്താകുമ്പോൾ 20 വയസ്സായിട്ടുള്ളൂ. 100 വയസ്സ് ജീവിച്ച അനസ് റളിയല്ലാഹു അൻഹു ഓരോ രാത്രിയിലും ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് അത്രേ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. വല്ലാത്ത ഭാഗ്യം അല്ലേ? എന്നിട്ട് പുണ്യനബി ഒരു വാക്കും കൂടെ പറഞ്ഞു, നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞു. നമ്മളെ കൊതിപ്പിച്ചു, നിങ്ങൾ എന്നെ കാണു സ്വപ്നത്തിൽ. സ്വപ്നത്തിൽ കാണണമെന്ന് കൊതിപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ. എന്താ പറഞ്ഞത്? മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്നഹു ലാ യതമസ്സലു ബി അശ്ശൈത്താൻ. ഈ ഉമ്മത്തിനെ ഹബീബുമായി ബന്ധിപ്പിക്കുന്ന വാക്കുകളാണ് ഇത്. നമ്മളെ കൂട്ടിയിണക്കുകയാണ്, ഹബീബിനെ കെട്ടിപ്പിടിക്കുന്ന പോലെ. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്നഹു ലാ യതമസ്സലു ബി അശ്ശൈത്താൻ, ഒരു പിശാചിനും എന്റെ രൂപം പ്രാപിക്കുക സാധ്യമല്ല, എന്നെ തന്നെയാണ് കണ്ടത്. അങ്ങനെ ഉറപ്പിക്കണമെങ്കിൽ ആദ്യം ഷമാഇൽ തുർമുദി എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം എങ്ങനെയായിരുന്നു എന്ന വിവരണം ഒന്ന് പഠിച്ചു വെക്കണം. ആ രൂപത്തിൽ കണ്ടാൽ അതിന് ബിദങ്ങൾ തന്നെയാണ്. നമ്മൾ ഇരുണ്ട നിറത്തിൽ ഒരാളെ കണ്ടു, നബിയാന്ന് പറഞ്ഞു, അതിന് ബിദങ്ങളല്ല. കാരണം തങ്ങൾ ഇരുണ്ട നിറമല്ല. വളരെ ഷോർട്ട് ബിൽറ്റ് ആയിട്ട് ഹൈറ്റ് കുറഞ്ഞ ഒരാളെ കണ്ടു, താടിയില്ലാത്ത ഒരാളെ കണ്ടു, ഭംഗിയില്ലാത്ത ഒരാളെ കണ്ടു, നബിയാന്ന് പറഞ്ഞു, തങ്ങളാണോ? അല്ല. ശമാഇലിൽ പറഞ്ഞ പോലെയുള്ള ശരീരപ്രകൃതിയിൽ നിങ്ങൾ കണ്ടു, അതിന് ബിദങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു വാക്ക്. പിന്നെ ഹബീബ് എന്ത് പറഞ്ഞു? മൻ റആനി ഫിൽ മനാം, എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ള. അത് വല്ലാത്തൊരു വാക്കാണ്. അലിമിങ്ങൾ അതിനെ വിശദീകരിച്ചു. എന്താണ് ഈ പറയുന്നത്? സ്വപ്നത്തിൽ എന്നെ കണ്ടാൽ ഉണർച്ചയിൽ എന്നെ കാണാൻ അവർക്ക് കഴിയുന്നു. അത് ആഖിറത്തിലാണോ? ആവാം. ദുന്യാവിലാണോ? ആകാം. ദുന്യാവിൽ ഹബീബിനെ കാണുകയോ? മുംകിനുൻ, അത് സാധ്യമാണ്. ഹബീബിന്റെ പരിശുദ്ധമായ റൂഹ്
അവിടുത്തെ പരിശുദ്ധമായ ജസദായി പ്രത്യക്ഷപ്പെട്ട് മുഅ്മിനീങ്ങളുടെ മുമ്പിൽ ഹബീബിന്റെ ദർശനം സാധ്യമാകുമോ ഇല്ലയോ പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. സാധ്യമാകുമെന്ന് പറഞ്ഞ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാർ. ആ ഹദീസിന് അർത്ഥം അതാണത്രേ, നേരിട്ട് കാണുന്ന ഭാഗ്യം ഹബീബിനെ കാണാൻ കഴിയുമത്രേ, സ്വപ്നത്തിൽ ഹബീബിനെ കണ്ടവർക്ക്. എന്തിനാ അതൊക്കെ പറയണമെന്നറിയോ? നിങ്ങൾക്കെന്നെ കാണണ്ടേ എന്ന് ചോദിക്കുന്ന പോലെ, നിങ്ങൾക്കെന്നെ കാണണമെന്ന് കൊതി വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെ, പാപ്പ മക്കളോട് ഉമ്മ മക്കളോട് മോനെ ഉമ്മാനെ കാണാൻ നിനക്ക് പൂതിയായില്ലടാ, നീ എന്താ വരാത്തത് നാട്ടിലേക്ക് എന്നൊരു ഉമ്മ ചോദിക്കുന്ന പോലെ, ഒരു പിതാവ് ചോദിക്കുന്ന പോലെ പുണ്യനബി പറയാ, എന്നെ സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് കേട്ടോ, എന്നെ നിങ്ങൾക്ക് കാണാൻ കൊതിയില്ലേ എന്ന്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുനാരത്തിൽ കയറിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വാങ്ക് വിളിക്കുമ്പോ ആദ്യത്തെ ഷഹാദത്ത് കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇത് പറയാൻ കണ്ടമിടറുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. പറയാൻ പറ്റുന്നില്ല. ആ മുനാരത്തിന്റെ ചവിട്ടുപടി കയറി ചെന്ന് പുണ്യനബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോ താഴെ കിടക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സഹിക്കാൻ കഴിയാതെ ഷാമിലേക്ക് നാട് വിട്ടുപോയ ബിലാൽ എന്നവരെ മദീനത്തേക്ക് വിളിച്ചു വരുത്തി നബി തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട്. സ്വഹീഹായ സംഭവമല്ലേ ഇത്? പ്രഗത്ഭരായ ആലിമീങ്ങൾ മുഴുവനും ഈ സംഭവം രേഖപ്പെടുത്തി. അസ്ഹാബുസ് സിയർ വ താരീഖ്. ബിലാൽ എന്നവർ ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നു. 3 ദിവസം പുണ്യനബി തങ്ങൾ ചോദിക്കുകയാണ്, മാഹാദൽ ജഫാഉ യാ ബിലാൽ, ബിലാലേ എന്താണ് നിങ്ങൾക്ക് എന്നോട് പിണക്കമാണോ, എന്നോട് പിണങ്ങിയോ, എന്നോട് മിണ്ടൂലേ എന്ന് നബി തങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്താ കാരണം? എന്നെ ഇവിടെ വന്ന് കാണുന്നില്ലേ എന്ന്. ഹജ്ജിനൊക്കെ പോയിട്ടേ മദീനത്തേക്ക് പോകാൻ അവിടെ ഇപ്പൊ 1000 കൂലിയുള്ളൂ, ഇവിടെ 1,00,000 വാങ്ങി ഞാൻ കുപ്പിയിലാക്കി പോകല്ലേ എന്ന് പറഞ്ഞ് മദീന തൊടാതെ പോകുന്ന വമ്പന്മാർ. നിങ്ങൾ ഏത് സംഘടന ആയാലും കുഴപ്പമില്ല, ഒന്ന് ആലോചിക്കണ നല്ലതാ. ഈ 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ 1 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ കൂലി കിട്ടുന്ന പഠിപ്പിച്ചു തന്നത് ആരാത്? വാപ്പ പറഞ്ഞു, മോനെ നിനക്ക് ഞാനൊരു 10 ലക്ഷം പീടികയിൽ കൊടുത്തിട്ടുണ്ട് ട്ടാ, നീ നാട്ടിലേക്ക് വരുമ്പോഴേ ആ പൈസ വാപ്പാന്റെ മോൻ മറക്കാതെ വാങ്ങിച്ച് നീ എടുത്തു വെച്ചേക്കണേ, അത് നിനക്കുള്ളതാണ് എന്ന് വാപ്പ പറഞ്ഞു. വാപ്പ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. മകൻ എന്താ ചെയ്യേണ്ടത്? ആ 10 ലക്ഷം വാങ്ങി നേരെ ബാങ്കിൽ പോയാൽ പോരെ? വാപ്പാനെ കണ്ട പിന്നെ അടുത്ത ട്രിപ്പിൽ വന്ന് കണ്ടാ പോരെ? അങ്ങനെയാണോ? അതല്ല. ഇതൊക്കെ ഒരുക്കി വെച്ചൊരു പിതാവിനെ, സ്നേഹത്തോടെ ചെന്ന പിതാവിന്റെ നെറ്റിയിലും കയ്യിലും ഉമ്മ വെച്ച് ആ പിതാവിനെ സ്വീകരിച്ച് നന്ദി പറഞ്ഞിട്ടല്ലേ നാടുവിടാൻ പാടുള്ളൂ. ഈ പരിപാടി നമ്മൾ ആലോചിക്കുക. മദീന കാണാതെ ഹജ്ജിനുള്ള 7, 8, 10 ലക്ഷം കൊടുത്ത് പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞ് ഏറും കഴിഞ്ഞ് ജംറയും കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് മദീന, അവിടെ അത് പിന്നെ പോകാം. എന്ത് ഹജ്ജ? ആരാ നിങ്ങൾക്ക് ഹജ്ജ് പഠിപ്പിച്ചു തന്നത്? മദീനയിൽ കിടക്കുന്ന ഹബീബ്. എന്തിനാണെന്നറിയോ? അവിടെ 10 ലക്ഷം ഉണ്ടെന്ന് ഒരൊറ്റ കുട്ടി ഉംറക്ക് വരെ പോകില്ല, മദീനയിൽ പോയിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് പോയി കളയും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, എന്നോട് സ്നേഹമുള്ളവൻ മാത്രമേ ഇവിടെ വന്നാൽ മതി, അല്ലാത്തവൻ പോയിക്കോട്ടെ. അതിന്റെ ഹിക്മത്ത് അതാ. 1 ലക്ഷം കൂലിയുണ്ട് നിങ്ങൾക്ക് ഹറമിൽ അല്ലേ? എന്റെ അടുത്ത് വന്നാൽ അതിലേറെ ഫضല് എന്റെ മസ്ജിദിന് അത്രയുള്ളൂ. പക്ഷെ ഹബീബിന്റെ ഖുർബിന്, ഹബീബിന്റെ റൗളക്കുള്ള കൂലി, അവിടത്തെ പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിൽ ഹാദിറാവുന്നതിന്റെ കൂലി പറഞ്ഞിട്ടില്ല എന്നാ. എന്തേ? അത് ഭാഗ്യവാന്മാർ വാരി കോരിക്കൊണ്ടുപോകട്ടെ. മദീനത്തെ പള്ളിക്കുള്ളിൽ നിസ്കാരത്തിന്റെ കൂലിയാണ് 1000 റക്അത്തിന്റെ കൂലി എന്ന് പറഞ്ഞത്. മക്കയിൽ 1 ലക്ഷമാണ്. പക്ഷെ ഹബീബിന്റെ റൗള അപ്പൊ പറയും, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. മുസ്തഥന മിൻഹും പഠിക്കാത്ത ആൾക്കാരാണ് ഈ പരിഭാഷ വെച്ച് അർത്ഥം വെക്കുക. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്. മുസ്തഥന മിൻഹു ഏതാ ഇവിടെ മുസ്തഥന?
മസ്ജിദിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മസ്ജിദുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ മസ്ജിദുകളിൽ 3 മസ്ജിദിനാണ് അഫ്ദലിയത്തുള്ളത്. മസാറിൽ പോണ്ടെന്നതുകൊണ്ട് വന്നോ, ഹബീബിനെ സിയാറത്ത് ചെയ്യേണ്ടെന്ന് വന്നോ, അത് ഈ മുസ്തസ്ന മിൻഹുവിന്റെ ഭാഗമല്ല. പിന്നെ എങ്ങനെയാ ഈ ഹദീസ് വെച്ചിട്ട് എങ്ങനെ റൗള ശരീഫ് സലാം പറയാൻ പോണ്ടെന്ന് പറയാ? ഇവരെ കേട് പറയാൻ തുടങ്ങി എന്ത് ചെയ്യും? ലാ തുശദ്ദു റിഹാലു ഇല്ലാ സലാസ മസാജിദ്, 3 പള്ളിക്കേ പോകാൻ പറ്റുള്ളൂ. അതേ മോനെ 3 പള്ളിന്റെ കാര്യം ഇവിടെ പറയുന്നത്. പള്ളിയെ നിങ്ങൾ കൂലി പ്രതീക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ അധികം കൂലി ലഭിക്കുന്ന 3 പള്ളികളെ അള്ളാന്റെ ഭൂമിയിലുള്ളൂ. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി. ഹബീബിന്റെ വാക്ക് എന്താണെന്നറിയോ? മസ്ജിദുൽ ഹറാം. പിന്നെ പറഞ്ഞു വമസ്ജിദീ ഹാദാ, ഹബീബിലേക്ക് ചേർക്കപ്പെട്ട എന്റെ പള്ളി എന്ന്. മദീനത്തെ പള്ളി എന്നല്ല പറയുന്നത്, എന്റെ പള്ളി. പിന്നെ വൽ മസ്ജിദുൽ അഖ്സ, അഖ്സ പള്ളി. എന്റെ പള്ളി എന്ന് ഹബീബിന്റെ പരിശുദ്ധമായ ജസദിലേക്ക് നിസ്ബ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഈ പള്ളിക്ക് കൂലി കിട്ടാൻ കാരണം. ഹബീബ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ പള്ളിക്ക് ആ പ്രതിഫലമില്ല. എവിടുന്ന് ഈ പള്ളിക്ക് കൂലി കൂടുതൽ കിട്ടി? മസ്ജിദി. അതിന്റെ സബബ് എന്താണ്? നിസ്ബത്തുൽ മസ്ജിദി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പള്ളിയാണത്. ഇതുപോലെ ഈ ഹദീസ് ഓതുമ്പോൾ സാധുക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് പറയാ അവിടെ സിയാറത്ത് ചെയ്യാൻ പാടില്ല. സിയാറത്തിനെ കുറിച്ചല്ലല്ലോ ഹദീസ് ചർച്ച ചെയ്യുന്ന. എന്തിനെ കുറിച്ചാ? മസ്ജിദിനെ കുറിച്ചാണ്. അതുകൊണ്ട് എന്താ മുസ്തസ്ന മിൻഹു എന്ന് ഈ മിനിമം സാധനം ഒന്ന് പഠിച്ചാൽ ഈ കൂട്ടർക്കൊക്കെ കാര്യം മനസ്സിലാവും. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഹബീബ് വിളിച്ചു വരുത്തി ബിലാൽ എന്നവരെ അരികത്തേക്ക്. അതുകൊണ്ട് ഞാൻ പറയാം, ولو أنهم إذ ظلموا أنفسهم جاءوك ارتكبت على الخطأ غير حسر وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي اللهم صل وسلم وبارك عليه أنت منجينا غدا من شفاعتك الصفاء من لنا مثلك يا سيدي خير النبي. ഹബീബായ നബി തങ്ങളുടെ അരികത്ത് വന്ന് പരാതി പറയുമ്പോൾ, ശിക്കായത്ത് പറയുമ്പോൾ പോലും ഹബീബായ നബി തങ്ങളുടെ മഖാം എന്താണെന്ന് മനസ്സിലാക്കാതെ അവിടെയൊക്കെ ശിർക്കിന്റെ ആരോപണങ്ങളുമായി കടന്നു വരുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണേ. അള്ളാഹു എന്താണ് ഇവിടെ പറയുന്നത്? ശിർക്ക് ചെയ്യാൻ അള്ളാഹു പറയുമോ? അള്ളാഹിന്റെ ദീന് പറയുമോ? ആരും, ഒരു ആലിമും പറയില്ല, ഒരു മുസ്ലിം അത് ചെയ്യുകയുമില്ല. പിന്നെ കാര്യം മനസ്സിലാക്കണം, ശിർക്ക് കുഫ്ർ എന്നൊക്കെ പറഞ്ഞ അഖീദയിൽ വരുന്ന വിഷയമാണ്. ഒരു മനുഷ്യന്റെ ചെയ്തിയിൽ ഒരു മനുഷ്യൻ ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും അവനോട് ചോദിക്കണം, നീ ഈ ചെയ്തത് ഈ വസ്തുവിനുള്ള ഇബാദത്താണോ അള്ളാഹ്ക്കുള്ള ഇബാദത്താണോ? ഒരു മനുഷ്യനോട് ഇഖ്റാർ ചെയ്യിപ്പിക്കണമെന്ന, ഒരു മനുഷ്യൻ കുഫറിലേക്ക് പോയോ ഇല്ലയോ എന്നറിയുന്നത് അയാളുടെ ഖൽബിൽ കിടക്കുന്ന ഒരു സാധനം പരിശോധിച്ചിട്ടാ, എന്നല്ലാതെ പുറമേ നടക്കുന്ന ശരീരത്തിന്റെ ആംഗ്യവിക്ഷേപങ്ങൾ നോക്കിക്കൊണ്ട് പോലും ഒരു മനുഷ്യന്റെ മേൽ കുഫറോ ഷിർക്കോ ചാർത്താൻ പാടില്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മള് വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണിത്. വസനിയത്തിന്റെ ആരോപണം, ഖുബൂരിയത്തിന്റെ ആരോപണം, ഇതൊക്കെയാണ് പുതിയ പുതിയ ടേമുകള്. ഷിർക്കും കുഫറൊക്കെ കഴിഞ്ഞു, ഇപ്പൊ ഇതാണ് ഖുബൂരിയത്ത്. അനാവശ്യമായിട്ട് ഇല്ലാത്തത് ഈ ഉമ്മത്തിന്റെ മേൽ കെട്ടിവെക്കുക, എന്നിട്ട് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി വിടുക, എന്നിട്ട് കുറെ ആൾക്കാരെ കൊണ്ട് കേൾപ്പിക്കുക, 4 മൂല്യന്മാരെ വേദ അപ്പുറം വെച്ചുകൊടുക്കുക. അപ്പൊ ഈ സാധുക്കൾ മുഴുവൻ കൺഫ്യൂഷൻ ആവും. ഇങ്ങനെ ഇടങ്ങാറാക്കിയ മനുഷ്യന്മാരെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമ്മളിപ്പോ അവർക്ക് മറുപടി പറയാനൊന്നും പോകുന്നില്ല. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക. ചാലിമിങ്ങളെ ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണേ. ഈ ആയത്ത് ഞാൻ ആദ്യം അതങ്ങ് പറയുന്ന, പിന്നെ നിങ്ങൾ പിന്നെ ശ്രദ്ധ പോയാലും കുഴപ്പമില്ലല്ലോ. വലൗ അന്നഹും ഇളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. അവിടെ അങ്ങയുടെ അരികത്തവർ വരികയും അങ്ങനെ പരാതി പറഞ്ഞു. വലൗ അന്നഹും ഇളലമു അൻഫുസഹും, സ്വഹാബത്ത് തെറ്റുകൾ അവർക്ക് സംഭവിച്ചാൽ, ജാഊക അങ്ങയുടെ അരികത്തവർ വരികയും, ഫസ്തഗ്ഫറുല്ലാഹ അള്ളാഹുവിനോട് അവർ മാപ്പ് ചോദിക്കുകയും ചെയ്തു. എവിടെ? അങ്ങയുടെ ചാരത്ത് നിന്നുകൊണ്ട്. അപ്പൊ തങ്ങളുടെ ഹുദൂറിന് ആ മഖാമിന് ബറക്കത്തുണ്ടെന്ന് അവിടെ ബോധ്യപ്പെട്ടു.
ഒന്ന്. പിന്നെ പറയുന്ന വാക്കെന്താ? എന്നാണോ അല്ലെങ്കിൽ എന്താ അള്ളാഹുടെ ഉപയോഗിച്ചത്? പറയേണ്ടത് എങ്ങനെയായിരുന്നു? അങ്ങയുടെ അരികത്ത് വന്നു അങ്ങ് അവർക്ക് മാപ്പ് ചെയ്തു കൊടുത്താൽ, അള്ളാഹിനോട് മാപ്പും ചോദിച്ചാൽ അള്ളാഹ് പുറത്തു തരും. അങ്ങനെ പറയേണ്ടതിന് പകരം അള്ളാഹു എങ്ങനെയാ പറഞ്ഞത്? എന്താ വ്യത്യാസം? ഹബീബിന്റെ മഖാമിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹബീബിന്റെ അരികത്ത് വന്ന് പരാതി ബോധിപ്പിക്കുകയും അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുമ്പോ നബിയെ അങ്ങ് മാപ്പ് ചെയ്തു കൊടുത്താൽ എന്ന് പറയേണ്ടിടത്ത് അവിടുത്തെ ഹയാത്തിൽ മാത്രം നിക്ഷിപ്തമല്ല ഈ മസ്അല എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് എന്ന് ഗായിബിന്റെ സീഗത്തിലൂടെ അള്ളാഹു പ്രയോഗിച്ചത്. ഹബീബ് അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ, ഹബീബാണെങ്കിലോ ഈ ഉമ്മത്തികൾക്ക് മുഴുവൻ ഖിയാമത്ത് നാൾ വരെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാപ്പിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെന്ന്? ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, എന്റെ മരണം നിങ്ങൾക്ക് ഖൈറാൻ. എങ്ങനെയാ എന്റെ ജീവിതം? ഞാൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരും. ഞാൻ മരിച്ചുപോയാൽ നിങ്ങൾ ചെയ്യുന്ന നന്മ കണ്ടാൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ ഓരോരോ ഇൻഡിവിജ്വൽ റിവായത്തുകൾ എടുത്തിട്ട് ദഈഫ് എന്ന് പറഞ്ഞു വരരുത്. ഈ ഹദീസിന്റെ ബലാബലത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ആലിമീങ്ങൾ ഈ റിവായത്തുകളെ സംബന്ധിച്ച് മൊത്തത്തിൽ എന്തോ പറഞ്ഞു എന്ന് നോക്കണം. തള്ളിക്കളയാൻ പറ്റുന്ന ഹദീസല്ല ഇത്. അങ്ങ് അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്താൽ എന്ന് അങ്ങയുടെ അരികത്ത് വന്നാൽ പിന്നെ പറയേണ്ടത് ഫസ്തഗ്ഫർതലഹും, അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് ഹബീബിന്റെ ജീവിതകാലത്തേക്ക് മാത്രം മുഖയ്യദാണ് എന്ന് തോന്നിപ്പോകുമായിരുന്നു. പക്ഷെ അള്ളാഹു പ്രയോഗിച്ചത് അങ്ങനെയല്ല. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അവിടെ വലിയ ഒരു ബാബ് അള്ളാഹു തുറന്നു വെച്ചിരിക്കുകയാണ് ഖിയാമത്ത് നാൾ വരെ. അല്ലെങ്കിൽ ഉമ്മത്തിന്റെ അവലിന് കിട്ടിയ ഒരു ഖൈറ് ആഖിറിനും കിട്ടുമായിരുന്ന ഒരു ഖൈറ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ? അതുകൊണ്ട് ഹബീബിന്റെ ഹദറത്തിൽ ചെല്ലുകയും ഹബീബിന്റെ അരികത്ത് ചെല്ലുകയും അവിടെ നിന്ന് സലാം പറയുകയും അവിടുത്തെ പരിശുദ്ധ റൗദയിൽ ഇരിക്കുകയും അവിടുത്തെ ഖുബാലത്തുൽ ഹുജ്റ, ആ ഹുജ്റയുടെ നേർക്കുനേരെ നിന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് ചൊല്ലുന്ന സലാമിനും ആ മഖാമിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ദുആഇനും പവിത്രതയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ആയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ലാഹു ഈ സംശയങ്ങൾക്ക് മറുപടി തന്നിട്ടുണ്ട്. ഫഹിമഹു മൻ ഫഹിമ വജഹിലഹു മൻ ജഹില. അന ദഅവതു അബി ഇബ്രാഹിം അലൈഹിസ്സലാം, എന്റെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ. പുണ്യ റസൂൽ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുവൈബ ബീവി എന്ന് പറയുന്ന അബൂലഹബിന്റെ ജാരിയത്തിന്റെ പാല് കുടിച്ചു റസൂലുള്ളാഹി തങ്ങൾ. അത് കഴിഞ്ഞ് ഹബീബ് പാല് കുടിക്കുന്നത് മഹദിയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. അത്ഭുതം എന്താണെന്നോ, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയെ കേട്ടിട്ടുണ്ട്. ആ സ്വഹാബിയും സുവൈബ ബീവിയുടെ പാല് കുടിച്ചിട്ടുണ്ട്. പ്രത്യേകത എന്താണെന്നറിയോ? ഹബീബിന്റെ മുഖം പോലോത്ത മുഖമുണ്ടായിരുന്ന 7 സ്വഹാബാക്കൾ, പ്രഗത്ഭരായ 7 പേരുണ്ട്. 7 പേർ. അതിലൊന്ന് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. സാധാരണ കേൾക്കുന്ന അബൂ സുഫിയാൻ എന്നവരല്ല, അത് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു ആണ്. ഇത് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ മുഖം പോലോത്ത മുഖമുണ്ടായിരുന്നവരാ. അതേസമയം മഹാനവറുകൾ നബി തങ്ങളുടെ അഖൂഹു മിനർ റളാഅ, പാലുകുടി ബന്ധത്തിലൂടെ നബി തങ്ങളുടെ സഹോദരൻ കൂടിയാണ് അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് എന്നവര്. അതുമല്ല അത്ഭുതം, ഹലീമത്തു സഅദിയ ബീവിയിൽ നിന്ന് പാല് കുടിച്ച വേറെയും ഒരുപാട് ആളുകളുണ്ട്. തങ്ങൾ പാല് കുടിച്ച പോലെ ഹലീമ ബീവിയിൽ നിന്ന് പാല് കുടിച്ചൊരു മഹാനാൻ നബി തങ്ങളുടെ അമ്മായിരുന്ന പിതൃ സഹോദരനായിരുന്ന ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഒരേ സമയം നബി തങ്ങളുടെ അമ്മാൻ, അതേസമയം നബി തങ്ങളുടെ അഖാൻ മിനർ റളാഅ, മുലകുടി ബന്ധത്തിലൂടെയുള്ള സഹോദരനാണ്, പിതൃ സഹോദരനും കൂടിയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ചില തർത്തീബുകളായിരുന്നു ഇതൊക്കെ. അള്ളാഹു ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കുകയാണ്. ഹബീബായ നബി തങ്ങൾക്ക് ചില ബോണ്ടുകൾ അള്ളാഹു ഇവിടെ ഉണ്ടാക്കി കൊടുത്തു. നോക്കണേ, ഉമ്മ മരിച്ചു റളിയല്ലാഹു അൻഹ, ആമിന ബീവി. അത് കഴിഞ്ഞപ്പോ സംരക്ഷണം കൊടുത്തിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവര് വഫാത്തായി. എന്ന് മൂസ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞതിന് മീതയായി അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പ്രത്യേകമായി നിബിതങ്ങളെ അള്ളാഹു
തർബിയത്ത് ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. തങ്ങളെ അള്ളാഹുവാണ് റെഡിയാക്കിയത് ഉമ്മത്തിന് വേണ്ടി. തങ്ങളുടെ ഉപ്പയല്ല, തങ്ങൾ പോയ മദ്രസയല്ല, തങ്ങൾ പോയ ദർസുമല്ല. അലിമിങ്ങൾ അങ്ങനെ പറയാ, ഹബീബായ നബി തങ്ങളുടെ കാര്യത്തിൽ ഞാനാ നബി തങ്ങളെ നന്നാക്കിയെടുത്തത്, ഞാനാ നബി തങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തത് എന്ന് പറയാൻ ഒരു മഖ്ലൂക്കിനെ പോലും അള്ളാഹു ദുനിയാവിൽ ബാക്കി വെച്ചില്ല. പിന്നെയോ ഇതൊക്കെ ചെയ്തത് അള്ളാഹുവാണ്. ഒരു കുഞ്ഞ് നന്നായ എന്താ പറയാ, ഇപ്പൊ സ്കൂളിലൊക്കെ സാധാരണ നടക്കുന്ന വിഷയം, കുട്ടി തോറ്റാൽ അത് ടീച്ചറുടെ കുഴപ്പമാണ്, കുട്ടി ജയിച്ചാൽ അത് കുട്ടിന്റെ ഹാർഡ് വർക്കാണ്, അല്ലേ? അങ്ങനെയല്ലേ നമ്മളൊക്കെ പറയല്ലേ? മദ്രസയിൽ കുട്ടി ഉഷാറായിട്ട് പാസ്സായാൽ എന്റെ മോബിനെ ജയിക്കണ്ടേ, ഓ നല്ല ബുദ്ധിയുള്ള മോനല്ലേ, തോറ്റാൽ ആ ഉസ്താദ് കൊണല്ലാന്നേ. ഹബീബാ നബി തങ്ങളുടെ വിഷയത്തിൽ ഒരു മുഅല്ലിമിനോ ഒരു മുദർരിസിനോ ഒരു അധ്യാപകനോ ഒരു ഉമ്മയ്ക്കോ വാപ്പയ്ക്കോ പോലും മിന്നത്ത് പറയാൻ പറ്റുന്ന വിധം അള്ളാഹു ഒന്നും ബാക്കി വെച്ചില്ല. എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു വെച്ചത്. സുബ്ഹാനല്ലാഹ്. ഫുള്ള് അബുദാബിക്കാരാണ്, നാട്ടുകാർ. അൽഹംദുലില്ലാഹ്. അഹമ്മദ് പുത്താങ്കണ്ട സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒക്കെ നമ്മുടെ ദുബൈ KMCCയുടെ ജീവനാടികളായിരുന്ന പ്രവർത്തകരാണ്. വക്കബിസ്താദ്, പിന്നെ കയ്യം മൊയ്തീക്ക, അങ്ങനത്തെ ഇവിടെ പറയും, നാട്ടിലെങ്ങനെ പറയല്ലേ, കയ്യെന്ന് പറയില്ലേ? അൽഹംദുലില്ലാഹ്. ഇവിടെ നമ്മൾ ഇബ്രാഹിം ഇരിക്കുന്നുണ്ട്. കുറെ പഴയകാല സുഹൃത്തുക്കളെ കാണാൻ പറ്റും ഇവിടെ വന്നാൽ. അൽഹംദുലില്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. വസ്തനഅതുക ലിനഫ്സി. പുണ്യ നബിയെ, മൂസ നബി അലൈഹിസ്സലാമിനെ ഞാൻ എനിക്ക് വേണ്ടി തയ്യാർ ചെയ്തതുപോലെ അങ്ങയെ അതിലേറെ ഞാൻ തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് ഹബീബിന്റെ ജീവിതത്തെ സാക്ഷി നിർത്തി അള്ളാഹു മനസ്സിലാക്കി തരാം. പുണ്യനബി തങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തു, ആദാബ് പഠിപ്പിച്ചെടുത്തു. ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ കബീർ മാട്ടുൽ സാഹിബാണ്. മാഷാ അല്ലാഹ്. മാട്ടുൽ കബീർ സാഹിബിന്റെ ഒരു കഥ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. അതിപ്പോ പൊതുജനങ്ങളോട് പറഞ്ഞപ്പോ ചിലപ്പോ പല കമന്റും വരും. കുഴപ്പമില്ലല്ലോ. മൂപ്പര് ഒരു റൂട്ടിലൂടെ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ നേതാവായിരുന്നു, അല്ലെ? അങ്ങനെ പിന്നെ ദീനിന്റെ വഴിയിലേക്ക്, മമ്മൂട്ടിക്ക് ദീനുണ്ടോ ഇല്ലെന്നല്ല ഞാൻ പറയണത്, അദ്ദേഹം ആ ഒരു സിനിമാ ഫീൽഡിൽ നിന്ന് മാറി അദ്ദേഹം ദീനുമായും ദഅവത്തുമായും ഒക്കെ വല്ലാണ്ട് അടുത്ത് വളരെ ദീനിന്റെ ഖാദിമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് 10 കൊല്ലത്തായി നമ്മൾ പരിചയപ്പെട്ടിട്ട്, ഏകദേശം 8 വർഷമായോ അല്ലെ? 15 വർഷമായോ? മാഷാ. പഴയകാല സുഹൃത്താണ്. അൽഹംദുലില്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. തൊട്ടടുത്ത് പാപ്പിനിശ്ശേരിയിൽ നമ്മുടെ സുഹൃത്തുണ്ട് റിയാസ്. എന്റെയൊക്കെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, തീരെ വയ്യ, അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. ഞങ്ങളിന്ന് കാണാൻ പോയിട്ട് കരഞ്ഞു വരിക. നല്ലൊരു ചെറുപ്പക്കാരൻ, 10-35 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ, ആവുന്നുള്ളൂ. കാലുകൊണ്ട് നടക്കാൻ വയ്യ, 2 കാലുകൊണ്ടും വയ്യ, ഹാർട്ടിന് പ്രശ്നം. ഇപ്പൊ ശരീരം 10-15 കിലോ കുറഞ്ഞു. ഒരു ഭക്ഷണം വയറ്റിലേക്ക് ചെന്നാൽ പിന്നെ വേദനിച്ച് അത് വയറ്റിന്ന് പോകണമെങ്കിൽ 4 ഗുളിക കുടിക്കണം. കഞ്ഞി പോലെയുള്ള സാധനം ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡയഫ്രത്തിന് പ്രശ്നം വന്നിരിക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ പോകുന്നില്ല ആമാശയത്തിലേക്ക്. നമ്മളൊക്കെ എത്ര ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്നു. എടാ സഹോദരൻ, ആഴ്ചകളായി ഭക്ഷണം കഴിക്കാതിരുന്ന ഭാര്യയോട് പറഞ്ഞത്, ഇച്ചിരി ചോറ് എനിക്ക് തിന്നാൻ ബോധ്യാവുന്നു, ഒന്ന് ഇച്ചിരി ചോറ് വെക്കണേ. എന്തോ ഒരു ഇലക്കറി എന്താ വെച്ചുകൊടുത്തു. ആ ചോറ് കഴിച്ചിട്ട് 4 മണിക്കൂർ കരഞ്ഞു. വയറ്റിലേക്ക് സാധനം എത്തിയതിന്റെ വേദന സഹിക്കാൻ പറ്റാതെ. എന്നിട്ട് ഗുളികയും മരുന്നും കുടിച്ചിട്ടാണ് ആ വേദന ശമിക്കുന്നത്. ആ ഭക്ഷണം ഒരാഴ്ച, ഈ ഗുളിക കുടിച്ചില്ലെങ്കിൽ ഒരാഴ്ച ആ ഭക്ഷണം വയറ്റിൽ കിടക്കും. അത് വയറ്റിന്ന് പോകണമെങ്കിൽ 4 ഗുളിക വീതം കഴിക്കണം ഒരു നേരം. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലലും അൽഹംദുലില്ലാ ചൊല്ലണേ എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ വില അറിയില്ല മുഅ്മിനീങ്ങളെ. ബാത്റൂമിൽ കയറിയിട്ട് ദാ പോയി ഇറങ്ങി വന്നു, മൂത്രൊഴിക്കാൻ ഒരു മനുഷ്യൻ കഷ്ടപ്പെടാൻ തുടങ്ങിയാൽ എന്താണ് അതിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു ചെറുപ്പക്കാരൻ 4 കൊല്ലമായിട്ടുള്ളൂ. ആ കിടക്കാൻ ഓടി നടന്നിരുന്ന ഏതൊരു മൊബൈൽ കമ്പനിക്ക് വേണ്ടി മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തിരുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ. ഒരു നേരത്തെ ഇവിടെ ഒരുപാട് സഹായിച്ച ആൾക്കാരുണ്ട്. പക്ഷെ ചെറുപ്പക്കാരൻ പറയാം, സദേ എത്ര ആൾക്കാരോട് പറയാ, അവർ പറയും എന്നും നിന്റെ കഥ കേൾക്കാൻ തന്നെ ഞങ്ങൾക്ക് നേരിൽ ഇവിടെ എത്ര ആൾക്കാർ വേറല്ലേ? ശരിയാണ്, വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഒന്ന് എത്തി നോക്കണം. ഇവിടെ 3 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ ഈ പറയുന്ന സ്ഥലം.
ആ റെയിൽവേ ഗേറ്റ് ഒന്ന് കിടക്കണം എന്ന് മാത്രം. എനിക്ക് സ്ഥലത്തിന്റെ പേര്, റഷാദിന്റെ സ്ഥലത്തിന്റെ പേര് അറിയോ? റിയാസിന്റെ എന്താണ് പറയാ? റഷാദ്, ആ സ്ഥലത്തിന്റെ പേരെങ്കിൽ എഴുതിത്താ. നമ്മളൊക്കെ നാട്ടുകാരാണ്. അദ്ദേഹത്തിന് കൊച്ചു വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. ആ വീട് സ്ട്രക്ചറൊക്കെ ആയിക്കഴിഞ്ഞു. വീൽ ചെയറിലേക്ക് കയറാൻ കഴിയുള്ള വീട്ടിലേക്ക്. ആ വീട്ടിൽ നിന്ന് ടൈല് വിരിച്ച് വാതിലും ജനലും വെച്ചുകൊടുത്തൊന്ന് അടുക്കളയും ശരിയാക്കി കൊടുക്കാൻ 7 ലക്ഷം രൂപയുടെ കുറവുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ആരെങ്കിലും സുമനസ്സുകൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ, ഞാനത് മലപ്പുറത്തുനിന്ന് വന്നിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് പരിധിയില്ലേ? റിയാസിന് വേണ്ടി ഓരോ മാസത്തിലും കഞ്ഞി കുടിക്കാനുള്ള പൈസ നമ്മുടെ സുഹൃത്ത് സൗദിയിൽ നിന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. 7000 രൂപ. അതുകൊണ്ട് എവിടെ എത്തൂലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു 7000 രൂപ അത്രയെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ആ വീട് പട്ടിണി കൊണ്ട് മരിക്കും. പുറത്ത് പറയാൻ മടിയാണ്. ഇനി ഒരു ജോലി കിട്ടുമോ, എനിക്ക് നടക്കാൻ പറ്റുമോ? മക്കൾ ചോദിക്കാണ്ട, വാപ്പാ ഇനി നടക്കൂലല്ലേ? 35 വയസ്സുള്ള ചെറുപ്പക്കാരനോടാ ചോദിക്കുന്നത്. 4 വയസ്സും 7 വയസ്സും ഉള്ള 8 വയസ്സുള്ള 2 ആൺകുട്ടികൾ, ഒരു ഭാര്യയും താനും അടങ്ങുന്ന ഒരു വാടക വീട്ടിലാണ് ഇപ്പൊ കഴിയുന്നത്. ഒരുപാട് ചികിത്സ ചെയ്യേണ്ടതുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്താൽ ദഹനം നടക്കും, പക്ഷെ അതിന് 2 ലക്ഷം രൂപ വേണം. എന്താ ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കും മനുഷ്യന് വരുന്ന അവസ്ഥകൾ. ഓടിച്ചാടി നമ്മളെപ്പോലെ നടന്നിരുന്ന, ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് നമ്മുടെ തൊട്ടടുത്ത് ഈ പാപ്പിനിശ്ശേരി. ഞാൻ ചിലപ്പോൾ മുമ്പ് പറഞ്ഞപ്പോൾ വളപട്ടണം ആയി പോയിരുന്നു അല്ലേ? അപ്പൊ ഇബ്രാഹിം വളപട്ടക്കാരൻ മുഴുവൻ എണീറ്റ് വന്ന്, ഞങ്ങളെ നാട്ടിലല്ല. ആയിക്കോട്ടെ, അത് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഞങ്ങൾ നോക്കുമല്ലോ, അത് പാപ്പിനിശ്ശേരിയാന്ന് പറഞ്ഞു. ഓക്കെ, പാപ്പിനിശ്ശേരി. അപ്പൊ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കുക കൂടെയുള്ള ആളുകളെ. നമുക്ക് ഒരുപാട് ഒരാളെന്നെ സ്ഥിരം ചോദിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും, സ്വാഭാവികമാണ്. നമ്മളൊക്കെ റമദാനിൽ ഒരു റമദാൻ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, വലിയ അരിച്ചാക്കണ ഇറക്കി കൊടുത്തു പോകുന്നത്. ഒരു റമദാൻ കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 15 ദിവസം കഴിയാണ്ടാവും. അത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ? മാസത്ര ഉണ്ടതിന് ശേഷം നമ്മൾ കൊടുത്തില്ലേ? ആരായി പറയുന്നത്? എന്റെ മുഅ്മിനീങ്ങളെ, നമ്മള് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. വെറുതെ പറഞ്ഞാലും ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോന്നാവോന്ന് വെറുതെ പറയണോന്ന്. സുബ്ഹാനല്ലാഹ്. കീച്ചേരി ഐക്കാം ഭാഗം അല്ലെ, അങ്ങനെ പറഞ്ഞ മനസ്സിലായോ? ഒരു വാടക വീട്ടിലെ താമസിക്കുന്ന ഒരു ഹിന്ദു സഹോദരന്റെ, ആ മനുഷ്യൻ അയാളുടെ നല്ല മനസ്സുകൊണ്ട് വാടക വാങ്ങിക്കുന്നില്ല. പക്ഷെ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. ചോർന്നൊലിക്കുന്ന വീടാ. ഇതിന്റെ ഇടയ്ക്ക് ബാത്റൂമിന്റെ അടുത്തൊക്കെ ആരോ കള്ളന്മാര്, നുണച്ചി കള്ളന്മാരുണ്ടാവുമല്ലോ, പെണ്ണുങ്ങളൊക്കെ വീട്ടിലുണ്ടാവുമ്പോ എന്തി നോക്കാൻ വരുന്നവര്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് കുറച്ച് ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അത് പഠിച്ചതാ. നമ്മുടെ കൺമുമ്പിലാണ് ഇതൊക്കെ. പുണ്യ റസൂലിന്റെ മധുഹും അവിടൊക്കെ പറയുമ്പോഴേ, ഇന്നക ലതസിലുർ റഹീം. ഹിറാ ഗുഹയിൽ വന്ന ഹബീബ് പേടിച്ചിറങ്ങി വരുമ്പോ ഖദീജ ബീവി പുണ്യനബി തങ്ങളെ അണഞ്ഞുകൂട്ടി പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ റസൂലെ, അല്ലാഹു നിങ്ങളെ കൈവിടിയില്ല. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ. Allah will never abandon you. അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടിയുകയില്ല. എന്തേ? ഇന്നക ലതസിലുർ റഹീം. നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്ന ആളല്ലേ എന്റെ ഭർത്താവേ. വതഹ്മിലുൽ കൽ. ജനങ്ങളുടെ ഭാരം ചുമക്കുന്ന ആളല്ലയോ നബിയെ അങ്ങ്. വതുഈനുൽ മൽഹൂഫ്. പാവപ്പെട്ട ആളുകളെ പോയി സഹായിക്കുന്ന ആളല്ലേ അങ്ങ്. അങ്ങയെ അല്ലാഹു കൈവിടിയൂല. ഇത് പറഞ്ഞത് നമ്മുടെ ഉമ്മയാണ്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അപ്പൊ നമ്മുടെ മുമ്പിലെ ഞാനിത് പറയുന്നത്, ഒരുപക്ഷെ ഈ വാള് വേറെയും പല നാട്ടുകാരും എത്രയോ വർഷങ്ങൾ ഞാൻ മരിച്ചു പോയാലും ഇപ്പൊ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ഞാനിപ്പോ നിങ്ങളോടായി പറയുന്നത്, പാപ്പിനിശ്ശേരിക്കാരോട്, നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ചാൽ ആ കുടുംബം, അതുപോലത്തെ കുടുംബങ്ങൾ വേറെ ഉണ്ടാവട്ടോ. എനിക്കറിയില്ലേ, റിയാസിനെ എനിക്ക് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയണത്. ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ, ഈ വഴിക്ക് പോകുമ്പോൾ കാണും. എന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു നേരം, ആ ഒരു പകലിന്റെ ഇടയ്ക്ക് ഒരു അല്പം ഒന്ന് തലചായ്ച്ചാൽ എനിക്ക് ക്ഷീണം മാറുമെന്ന് തോന്നിയിരുന്നു. പക്ഷേ റിയാസിന്റെ അടുത്ത് പോയിട്ട് മതി, അപ്പോഴേക്കും എന്നെ ഇവിടെ എത്താൻ സമയമായി. ആ ഓട്ടപ്പാച്ചിലിനിടയിൽ ഞാൻ ചെന്ന് കണ്ടു. അപ്പൊ പറയും, ഇപ്പൊ ആരും കാണാൻ വരലൊന്നും ഇല്ല, എല്ലാവരും കണ്ടുമെടുത്തു. 3 കൊല്ലായില്ലേ, നമ്മളൊരു മരുന്ന് വാങ്ങി കൊടുത്താൽ നമ്മൾ മരുന്ന് വാങ്ങി കൊടുത്തില്ലേ? അതിന്റെ ശേഷം എത്ര ചികിത്സ വേണ്ടി, എത്ര ഓപ്പറേഷൻ. ഹിപ്പ് മുഴുവൻ സ്ക്രൂ ആണ്, നിൽക്കാൻ പറ്റില്ല. ഈ ഊരയുടെ ഹിപ്പ് മാറ്റിവെച്ചതാ. കാല് ഒടിയാണ്, നിന്നാൽ എന്നിട്ട് കാലിന് പ്രത്യേക സാധനം വെച്ചിരിക്കുകയാണ്. വടി പിടിച്ചിട്ടേ എണീക്കാൻ പറ്റുള്ളൂ, ബാത്റൂം പോകാൻ പറ്റുള്ളൂ. തലകറങ്ങി വീഴും. ഒരു ഭക്ഷണം കഴിച്ചാൽ 2 മണിക്കൂർ വാവിട്ട് കരയണം ആ ഭക്ഷണം വയറ്റിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. ആലോചിക്കും മുഅ്മിനെ. അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരന് വേഗം, ഞങ്ങളിപ്പോ കുറച്ച് പൈസ ചെലവാക്കി വീട് ഇത്തറാക്കിയിട്ടുണ്ട്. ഒരു 7 ലക്ഷം കൂടെ കിട്ടി, അത് മിനിമമാണ്. അത് നമ്മുടെ ഒരുപാട് നമ്മുടെ കാഞ്ഞങ്ങാടുള്ള നമ്മുടെ ഹബീബ്സ് ഖാൻ, എന്താണ് ഹബീബ് ഖാന്റെ ഇത് പേര്? കൂളിക്കാട് ഹബീബ് ഖാൻ എന്ന് പറയുന്ന ചിത്താരി, സൗത്ത് ചിത്താരിയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ടൈൽസ് ഒക്കെ ഇറക്കി കൊടുത്തു. അതിന്റെ കോസ്റ്റ് പോലും വാങ്ങിക്കാതെ, അല്ലെങ്കിൽ മിനിമം കോസ്റ്റില്
നമുക്കറിയുന്ന ആളുകളൊക്കെ ഇവിടെ നമ്മുടെ AK അബ്ദുള്ള സാഹിബ് ഉണ്ട്, മാതമംഗലത്തിന്റെ മുനീർ സാഹിബ് ഉണ്ട്, ഇവിടെ എന്റെ റഷാദ് ഉണ്ട്. ഇവരൊക്കെ കൂടി ചെറിയൊരു, ഞങ്ങൾ അറിയുന്ന 4 ആളേ ഉള്ളൂ. എന്തൊക്കെയോ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതുവരെ എത്തിച്ചു. ഇനിയും മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെന്തെയും ഒന്ന് മനസ്സ് വെക്കണം. ദീനിയായി ജീവിച്ച മോനാണ്. എനിക്ക് റിയാസിനെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുർത്തക്കേട് കളിച്ച് വന്ന മോനല്ല. അതുകൊണ്ട് അവൻ പറയുന്നത് എനിക്കൊന്ന് ഇന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിലും ഇരുന്നിട്ടൊന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ആഗ്രഹം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ കുത്തിമറിഞ്ഞ് എഴുന്നേറ്റ് ഓടുകയാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 4 കുത്തിമറിയല്. ഊര വളയാതെയാകുമ്പോ നമ്മൾ കൊതിച്ചു പോകും. അള്ളാഹ്ക്ക് വേണ്ടി ഒന്ന് റുക്ഉ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ, അല്ലേ? ആഷിംക 5000. അള്ളാഹു താല സ്വീകരിക്കട്ടെ. നമ്മുടെ കലാസി ആഷിംക നമ്മുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഉദ്ദേശം പൂർത്തിയായി കൊടുക്കും. ഞാനൊരു പിരിവെടുക്കല്ലോട്ടോ ഇവിടെ. എനിക്ക് പറഞ്ഞത് എത്തിയോണ്ട് മാത്രം അതല്ല, നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ അതൊന്നും ചെയ്യില്ല. ഒരു സദസ്സിൽ ഇവിടെ വന്നിട്ട് ഞാൻ റിയാസിന് വേണ്ടി ഒന്നും ഞാൻ ചെയ്യൂല. അത് നിങ്ങളെ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും പറ്റുന്നത് ചെയ്യാം. നമുക്കത് വരാതിരിക്കാൻ, നാളെ അള്ളാഹു നമ്മളങ്ങനെ പരീക്ഷിക്കാതിരിക്കാൻ. ഇത് നിങ്ങളുടെ കൺമുമ്പിലാണ്, വിളിച്ച കേൾക്കുന്ന ദൂരത്താണ്. ആ ചെറുപ്പക്കാരൻ ആവതുണ്ടെങ്കിൽ സദസ്സിൽ വന്ന് ഇരുന്നിട്ടുണ്ടാവും. ഓൻ ദഅവത്തിന് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്ത നല്ല മോനാണ്. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. 4 കൊല്ലമായിട്ട് വേദനയുടെ കരച്ചിൽ, ഏറ്റവും വലിയ വേദനയുടെ മരുന്ന് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഡ്രഗാണ്. ലഹരിയുടെ കണ്ടന്റ് അടങ്ങിയ ഗുളികയാ ഫൈനൽ വേദന നിൽക്കാൻ. ആ ഗുളിക കുടിച്ചാൽ പോലും റിയാസിന്റെ വേദന, എല്ല് കുത്തുന്ന വേദനയ്ക്ക് പരിഹാരമാവണില്ല. ഡോക്ടർമാർ ഞങ്ങളുടെ മരുന്നില്ല, ആശുപത്രി കൊണ്ടവർ തിരിച്ചുവിടാണ്. ഞങ്ങൾക്ക് മരുന്ന്, എത്ര ഇഞ്ചക്ഷൻ അടിച്ച് വേദനക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ വേദനയാ. നമ്മൾക്ക് ദുആ ചെയ്ത് കൊടുക്കും മുഅ്മിനെ. ആരെങ്കിലും ഒരു ഉമ്മയുടെ, ഒരു കൊച്ചുമോന്റെ, ഒരു മുതഅല്ലിമിന്റെ ആമീൻ ആ റിയാസിന് കിട്ടിയാൽ, അതുപോലത്തെ രോഗികൾക്ക് കിട്ടിയാൽ, അള്ളാഹു ആ ഒരൊറ്റ ആമീൻ കൊണ്ട് റബ്ബങ്ങ് ഫതഹാക്കി കൊടുത്തേക്കും. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ പടച്ചോനെ. എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ പടച്ചോനെ. ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി ഫെയിലിയർ ആയിട്ടും മറ്റും വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ രോഗികൾക്കും റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചോനെ. ഏതെല്ലാം അസുഖങ്ങളുണ്ടോ അള്ളാഹുവേ, വേദന സഹിക്കാൻ കഴിയാത്തത് എല്ലാവർക്കും ശിഫ കൊടുക്കണേ പടച്ചോനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ റിയാസിന് നീ ശിഫ കൊടുക്കണേ പടച്ചോനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഹബീബിന്റെ മാതൃകയാണത്. പുണ്യനബി തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ് വരെ ചെയ്തിരുന്ന പണി പാവപ്പെട്ടവരെ സഹായിക്കലാണ്. അതല്ലേ ഖദീജ ബീവി ഇങ്ങനെ എടുത്തു പറഞ്ഞത്, അങ്ങയെ അല്ലാഹു കൈവിടിയൂല. ഇന്നക ലതസ്ലുർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്തനഅതുക ലിനഫ്സി. മൂസ നബിയെ, അങ്ങയെ നാം പ്രത്യേകമായി എനിക്ക് വേണ്ടി ഞാനും വളർത്തിക്കൊണ്ടുവരികയാണ് എന്ന് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞ വചനം എങ്ങനെയാണോ, ആ വചനത്തെക്കാളും ഏറ്റവും മഹിതമായ രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത നന്മകൾക്ക്, ഹബീബിന്റെ സ്വഭാവ ഗുണങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും, തമാശയിൽ പോലും ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഹബീബിന്റെ ആ ഒരു നന്മ നാട്ടുകാർ മുഴുവനും ഗേൾഫ്രണ്ടും ബോയ്ഫ്രണ്ടുമായി നടന്നപ്പോ, നാട്ടുകാർ മുഴുവനും കള്ളുകുടിച്ച് നടന്നപ്പോ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടന്നപ്പോ, ബിംബാരാധന ചെയ്തപ്പോ, ഒരു ബിംബത്തിന്റെ മുമ്പിൽ പോയിട്ട് പോലും തലകുനിക്കാതെ, ഒരിറ്റു പോലും മദ്യത്തിന്റെ ഒരംശം പോലും നുണയാതെ, ജാഹിലിയ്യ കാലത്തിന്റെ 40 കാലഘട്ടം പുണ്യനബി തങ്ങൾ അങ്ങനെ കഴിച്ചുകൂട്ടിയത്. വസ്തനഅതുക ലിനഫ്സി. നബിയേ, അങ്ങയെ ഞാനാണ് അങ്ങയെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന് അള്ളാഹു അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ്. ഒരു സൃഷ്ടിക്കും അത് അവകാശപ്പെടാനില്ല. മക്കായുടെ മലമടക്കുകളുടെ അപ്പുറത്ത് ഒരു കൊച്ചുമലയുടെ അരികത്ത് ഒരു കല്യാണം നടക്കുമ്പോ, അന്ന് അറബികളുടെ ആചാരപ്രകാരം രാത്രിയാണ് കല്യാണം നടക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ രാത്രി കല്യാണം തുടങ്ങി. പകല് സൗകര്യപ്പെടാത്തോണ്ടായിരിക്കും അല്ലേ? പക്ഷെ അതിൽ വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാലേ, ആ രാത്രി കല്യാണം പോയി 3 മണി വരെ പോകട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞാൽ സുബഹി കിട്ടും. അപ്പൊ പോയി കിടന്നുറങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുവരെ തിന്നും കുടിച്ചും ഐസ്ക്രീമും മൊഹീറ്റിയും ഒക്കെ കുടിച്ചിട്ട്, ബിരിയാണി ഒക്കെ അടിച്ചിട്ട്, ആ സുബഹി ആകുന്നവരെ ഒന്ന് കാത്തിരുന്നാൽ 2 റക്അത്ത് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത് പോയി കിടന്നുറങ്ങാൻ പറ്റും. ഏതായാലും ഉറക്കൊഴിച്ചിക്കണം. ഇനി ഖളാ വിട്ടെ നാളെ ഉച്ചക്ക് നോക്കിയാൽ മതി, അല്ല അസ്റക്ക് നോക്കിയാൽ മതി. നിസ്കാരം ഉണ്ടാവില്ല. എന്ത് ബർക്കത്താ പിന്നെ കല്യാണത്തിന് ഉണ്ടാവുക? എന്ത് ബർക്കത്താ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക? പുണ്യനബി തങ്ങൾ വഫാത്താകുന്ന അവസാന നേരം ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12-ന് ഹബീബ് ലോകത്തോട് വിട പറയുമ്പോഴേ അവസാനം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അസ്വലാ,
അസ്വലാ അസ്വലാ വമാ മലകത് അയ്മാനുക്കും. നിങ്ങളുടെ അടിമകൾ, നിങ്ങളുടെ ആശ്രിതരായ പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കണേ, നിസ്കാരം നോക്കണേ, നിസ്കാരം നോക്കണേ, നിസ്കാരം നോക്കണേ. 5 വക്ത നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ലോകത്തോട് യാത്ര ചോദിച്ച റസൂലാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വേദന ഇരുന്നിട്ടാണെങ്കിലും ഷോപ്പിങ്ങിന് പോയിട്ടാണെങ്കിലും നിസ്കാരം ഖളാഅക്കാൻ ഇതൊന്നും ഒരു കാരണമല്ലേ. വേദന ഇരുന്നിട്ട് ആ മൂലയുടെ വേദം കേട്ടിരുന്നിട്ട് എന്റെ സുബഹി പോയി, നാളെ എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട, അങ്ങനെ വല്ല കുഴപ്പമുണ്ട്, ഇപ്പൊ പോയിക്കോളി, നിങ്ങൾ പോയി കിടന്നുറങ്ങി സുബഹിസ്കരിച്ചോളൂ. അതാണ് ഇതിന്റെ ശ്രേഷ്ഠമായത്. അസ്വലാ. രാത്രി ഒരു കല്യാണം നടക്കുന്നു മക്കയിൽ. ആ കല്യാണം നടക്കുമ്പോ കുട്ടികളല്ലേ, പുണ്യനബി തങ്ങൾ ചെറിയ കുട്ടിയാണ്, ഒരു 6-7 വയസ്സുള്ള മോനാണ്. അപ്പൊ അവിടെ വാദ്യമേളവും ചെണ്ടകൊട്ടലും പിന്നെ വാദ്യമേളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലത്തെ ഫോൾക്ലോർ ഡാൻസുകൾ നടക്കുന്നുണ്ട്, ഒച്ചപ്പാടുണ്ട്, മ്യൂസിക് ഉണ്ട്. പുണ്യനബി തങ്ങൾ കൂട്ടുകാരുടെ കൂടെ ആ അകലം കിടക്കുന്ന കല്യാണവും ലക്ഷ്യമാക്കി നടന്നുപോയ ഒരു ചരിത്രമുണ്ട്. ചെറിയ കുട്ടിയാണ്. എന്താ സംഭവിച്ചെന്നറിയോ? അവിടേക്ക് എത്താറായപ്പോഴേക്കും ഹബീബിന് ശക്തമായ ഉറക്കം വന്നു. തങ്ങൾ പറഞ്ഞു, ഞാനൊരു അടി കൊണ്ട് വെക്കുന്നില്ല, എനിക്ക് പോരാൻ പറ്റില്ല. തങ്ങൾ അവിടെ ഒരു കല്ലിലേക്ക് ചാരിയിരുന്ന് ഉറങ്ങി. കൂടെയുള്ള ആളുകളൊക്കെ പോയി കല്യാണത്തിലേക്ക് അങ്ങകലെത്തി. തങ്ങളെ ആ സ്ഥലത്ത് എത്തിക്കാതെ അള്ളാഹു ഉറക്കി കിടത്തി. അതാണ് വസ്തുനഅതുക ലിനഫ്സി. ഹബീബെ, അങ്ങയെ ഞാൻ തയ്യാറ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ചെയ്ത ഒരു തിന്മ പുണ്യനബി ചെയ്തിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാർ മുഴുവനും എന്തൊക്കെ ചെയ്തു, പുണ്യനബി തങ്ങൾ ചെയ്തു. അത് കഅബാലയത്തിന്റെ മുമ്പിൽ വന്ന ആളുകൾ വസ്ത്രം അഴിച്ചിട്ടായിരുന്നു തവാഫ് ചെയ്തിരുന്നത്. ജാഹിലിയ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പൊ അവര് പറയും, നമ്മൾ തെറ്റൊക്കെ ചെയ്ത ഈ കുപ്പായിട്ടിട്ടല്ലേ ഞാൻ തെറ്റ് ചെയ്തത്, അള്ളാഹുവിന് ധിക്കാരം ചെയ്തത്, അവരുടെ വിശ്വാസപ്രകാരം. ഇനി ഈ കുപ്പായിട്ടിട്ട് എങ്ങനെ ഞാൻ തവാഫ് ചെയ്യുക? ആ കുപ്പായൊക്കെ ഊരി വെച്ച് ഞാൻ പച്ചയായ മനുഷ്യനായിട്ട് തവാഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരുടെ തവാഫ് ചെയ്യും. അബൂ ത്വാലിബ് പുണ്യനബി തങ്ങൾ കഅബ തവാഫ് ചെയ്യുമ്പോ, മോനെ ആ ഇസാർ വസ്ത്രം അങ്ങ് അഴിച്ചു വെച്ചേക്ക് എന്ന് പറഞ്ഞപ്പോ, ഞാനത് ചെയ്യില്ല ഉപ്പ എന്ന് ഉപ്പയുടെ സ്ഥാനമുണ്ടായിരുന്ന അബൂ ത്വാലിബിനെ നോക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അബൂ ത്വാലിബ് ആചാരമല്ലേ, ഇറ്റ് ഈസ് ദ കസ്റ്റം, ആചാരമാണ് എന്ന് പറഞ്ഞ് പുണ്യനബി തങ്ങളുടെ വസ്ത്രം അഴിപ്പിക്കാൻ വേണ്ടി അബൂ ത്വാലിബ് തുനിഞ്ഞപ്പോഴേക്കും ബോധം കെട്ട് വീണു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ ഹബീബിന്റെ ഔറത്ത് ആരും കണ്ടില്ല. വസ്തുനഅതുക ലിനഫ്സി, ഞാൻ അങ്ങയെ പ്രത്യേകമായി തയ്യാറ് ചെയ്തെടുക്കുകയായിരുന്നു നബിയെ. മൂസ നബിയെ കുറിച്ച് പറഞ്ഞതുപോലെ അതിലേറെയാണ് ഹബീബിന്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. മലകൾ നിറഞ്ഞു നിൽക്കുന്ന മക്ക, മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധമായ കഅബാലയം, കഅബാലയത്തിന്റെ ചുറ്റും മലനിരകളായിരുന്നു. ഇപ്പൊ ചെന്നാൽ ക്ലോക്ക് ടവറും ജബലുമർ പ്രൊജക്ടുകളും പിന്നെ അവിടെ കിങ് സൽമാൻ പ്രൊജക്ടുകളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുക. മലകളൊക്കെ പൊട്ടിച്ച് ഒക്കെ പൊളിച്ചു കൊണ്ടുപോയി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ JCB കൊണ്ടുവരുമ്പോൾ തടയാൻ പറ്റുമോ? അവരുടെ രാജ്യത്തിന്റെ പ്ലാൻ പ്രകാരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ മലകളൊക്കെ പോയി. ജബൽ അബി ഖുബൈസ് പുറത്ത് കാണുന്നുണ്ട്, അതും ചിലപ്പോൾ പോയി എന്ന് വരും. മക്ക മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. മക്കയെ കുറിച്ച് ഖുർആൻ ബക്ക എന്ന് പ്രയോഗിച്ചു. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. മക്കാന്ന് പേച്ചിട്ട ബക്കയായി പോയതാണോ? ഹാഷാ ലില്ലാഹ്. അത് തെറ്റിയതല്ല. അവിടെ ഖുർആൻ ബക്ക എന്ന് തന്നെയാണ്. എന്താ അങ്ങനെ? ബക്ക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിക്കും തിരക്കും കൂടി തടിച്ചുകൂടുന്ന സ്ഥലം എന്നാണ്. മക്ക കഅബാലയമുള്ളപ്പോ, ഹജ്ജുള്ളപ്പോ, തവാഫുള്ളപ്പോ, ഉംറ നിർവഹിക്കപ്പെടുമ്പോ ജനങ്ങൾ തടിച്ചുകൂടുന്ന സ്ഥലമാണ്. ഇങ്ങനെ ആളുകൾ
ഒരു കേന്ദ്രത്തെ ലക്ഷ്യമാക്കി വരുന്നത് ലോകത്ത് ഒരിടത്തും ഇല്ല. ലോകത്ത് ഇങ്ങനെ നടക്കുന്ന ഒരു മഹാസമ്മേളനം, ഒരു ഇന്റർനാഷണൽ ഗാദറിംഗ് ലോകത്ത് എവിടെയും നടക്കുന്നില്ല പരിശുദ്ധ ഹജ്ജ് അല്ലാതെ. കഅബാലയമുള്ളപ്പോഴാണ് ഹജ്ജുള്ളത്, കഅബാലയം ഉണ്ടാകുമ്പോഴാണ് തവാഫ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കഅബാലയത്തെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും സൂചിപ്പിച്ചപ്പോ അല്ലാഹു ബക്ക എന്ന് പറഞ്ഞു. അത് ജനങ്ങൾ തടിച്ചുകൂടുന്ന സ്ഥലമാണ്. ആ മക്ക തന്നെയാണ്, ആ ബക്ക തന്നെയാണ് മക്ക. അൽ മക്കത്തുൽ മുകറമ വൽ മദീനത്തുൽ മുനവ്വറ. അല്ലെ, സൈൻ ബോർഡൊക്കെ സൗദി അറേബ്യയിൽ കാണുമ്പോഴേ ഇംഗ്ലീഷിൽ അൽ മദീന എന്ന് എഴുതും, പക്ഷെ അറബിങ് നോക്കിയാൽ എന്തൊരു ഭംഗിയാണത് കാണാൻ. മക്ക നോക്കുമ്പോ പിന്നെ മക്ക എന്ന് എഴുതുള്ളൂ, അല്ല എഴുതൂല. മക്ക അൽ മുകറമ. മദീന എഴുതുമ്പോ അൽ മദീനത്തുൽ മുനവ്വറ. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ മദീന എന്നേ പറയുള്ളൂ, പക്ഷെ അത് അറബിയിൽ യാ അല്ലാഹ് എന്തൊരു മനോഹരമാണ്. അൽ മദീന അൽ മുനവ്വറ, നൂറ് കൊണ്ട് നിറക്കപ്പെട്ട മദീന. അല്ലാഹു എവിടെങ്കിലും എത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മക്കയെ കാണാനും കഅബാലയം കണ്ണു നിറയെ കാണാനും അവിടെ നുസ്കും ഇബാദത്തുകളും ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇബ്രാഹിം നബി നിന്നൊരു ദുആ ചെയ്യുകയാണ് ആ മലകൾക്കിടയിൽ നിന്നുകൊണ്ട്. പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്ത് നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അബുൽ അംബിയ, പ്രവാചകന്മാരുടെ ഉപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയും. കാരണം ഇബ്രാഹിം നബിക്ക് ശേഷം വന്ന രണ്ട് പ്രവാചക ശൃംഖല ഇബ്രാഹിം നബിയുടെ രണ്ട് മക്കളിലൂടെയാ കടന്നു പോകും. ഒന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പരമ്പര, ഒന്ന് ഇസ്ഹാഖ് നബിയുടെ പരമ്പര. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് സുലൈമാൻ നബിയും ദാവൂദ് നബിയും മൂസ നബിയും ഈസ നബി അടക്കം വരുന്നത്. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ ഒരൊറ്റ നബിയെ വന്നിട്ടുള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബി ദുആ ചെയ്തു, ഒരുപാട് ദുആ ചെയ്തു. ആദ്യം ദുആ ചെയ്തു, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. അല്ലാഹുവേ, ഈ നാടിനെ സുരക്ഷിതമായ നാടാക്കി തരണമേ. ഈ നാടിനെ സുരക്ഷിതമായ നാടാക്കി തരണേ. رب اجعل هذا البلد آمنا مطمئنا رخاء سخاء رب اجعل هذا البلد آمنا. അല്ലാഹുവേ, മക്ക മക്കയായി വളർന്നു വന്നതിന് ശേഷം ഇനി ഈ മക്കയിൽ സുരക്ഷിതത്വം വേണം, ആ നാട്ടുകാർക്ക് ഭക്ഷണം വേണം. വറസുഖുഹും മിനസ് സമറാത്ത്, അവർക്ക് ഭക്ഷണം കൊടുക്കണം. പറഞ്ഞ ഭക്ഷണം എന്ന് മാത്രമല്ല, സമറത്തുകളാണ്, പഴവർഗ്ഗങ്ങളാണ്. പഴവർഗ്ഗം എന്ന്